റഷ്യയുമായിട്ട് അധികം വൈകാതെ ഉള്ള എണ്ണ ഇടപാട് നടത്തേണ്ടി വരും. ഇനി നാളെ സൗദി അറേബ്യയും കൂടെ ഇന്ത്യയുമായിട്ട് ഒരു അകലം പാലിച്ചാൽ, സൗദി അറേബ്യ എണ്ണ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന എന്തിനാണ്? വിൽക്കാനാണ്, അവർക്ക് കഴിക്കാനല്ലല്ലോ. ഒരു സൗഹൃദ രാജ്യമായ സൗദി അറേബ്യ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനുമായി ഏതെങ്കിലും രീതിയിൽ ഒരു സന്ധി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാന്ധവത്തിൽ ഏർപ്പെട്ടാൽ അതിലൊരു ഡാമേജ് ഇല്ലേ? അതിലൊരു ഭീഷണി ഇല്ലേ? നമ്മുടെ ഇവിടെ കിട്ടുന്ന നോബൽ സമ്മാനം, മഹാത്മാഗാന്ധി കൊടുക്കാത്ത നോബൽ സമ്മാനത്തിന് എന്തോ സമാധാനത്തിന്റെ വിലയാണ്? ഒരു വിലയില്ല. പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയോട് തോറ്റുകൊണ്ടേയിരിക്കുന്നു. എത്രയൊക്കെ തോൽവി ഏറ്റുവാങ്ങിയാലും അവരുടെ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ ഈ തോൽവികളുടെ പട്ടികയ്ക്കിടയിൽ എവിടെയോ ഒരു കരാർ അവർ ഒപ്പിട്ടതായും അത് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആണെന്നും അതിലൊരു വിജയം പാകിസ്ഥാൻ രഹസ്യമായിട്ടെങ്കിലും ആഘോഷിക്കുന്നു എന്നും ഒക്കെ ഇൻ്റർനാഷണലി ചില വിവരങ്ങളൊക്കെ വരുന്നു. താങ്കൾ എന്തെങ്കിലും കേട്ടിരുന്നോ? താങ്കളുടെ റീഡിങ് എന്താണ്? ഒരു വിദേശകാര്യ നിരീക്ഷകന്, എനിക്ക് തോന്നുന്നു അമിതാഭ് ഭട്ടു എന്നാണ് തോന്നുന്നു, അമിതാഭ് മട്ടു എന്നാണ് തോന്നുന്നു, JNUവിലെ ഒരു പ്രൊഫസറാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ JNU എന്ന് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം പുള്ളിയുടെ അസ്ഥിത എന്താണെന്നുള്ള കാര്യം. അപ്പോൾ JNU എന്ന് വരുന്നതൊക്കെ അറിയാമല്ലോ എന്താ പറയുന്നതെന്ന്. അദ്ദേഹം പറയുന്നത് സൗദി അറേബ്യയുമായിട്ടുള്ള കരാറ് ഈ പാകിസ്ഥാൻ ഒപ്പുവെച്ചിരിക്കുകയാണ്. അത് ഭയങ്കര റിസ്ക്കായി ഇരിക്കുന്നതാണ്. അതായത് സൗദി അറേബ്യ പാകിസ്ഥാനെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ ആ രാജ്യത്തിനെ സൗദി അറേബ്യ ശത്രു രാജ്യമായിട്ട് കണക്കാക്കും എന്നാണ് ഈ എഗ്രിമെൻ്റ് ഭാഗം എന്ന് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നില്ല, കാരണം എനിക്കത് എൻ്റെ ലഭ്യമായ വിവരം അനുസരിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോഴേ ബഹളം ഉണ്ടാകുന്ന ഒരു കാര്യം. അതിനകത്ത് ഇത്ര വലിയൊരു ഗൗരവമുള്ള കാര്യം എന്താണ്? പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ലോകത്തെ നമ്മുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക, ഇന്ത്യയെ ഏറ്റവും വലിയ തോഴൻ എന്ന് പറഞ്ഞ് തോളിൽ കൈകിട്ടുകൊണ്ട് നടന്ന ഒരു പ്രസിഡന്റ് ഭരിക്കുന്ന രാജ്യം, അയാൾ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യക്ക് ഇനി അങ്ങോട്ട് സുവർണ്ണ കാലഘട്ടമാണെന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ഇന്ത്യയെ ഏറ്റവും വലിയ ശത്രു രാജ്യമായിട്ട് അപ്രഖ്യാപിതമായിട്ടെങ്കിലും അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ഇന്ത്യയുമായി വ്യാപാര ബന്ധമുള്ള, വർഷങ്ങളായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു സൗഹൃദ രാജ്യമായ സൗദി അറേബ്യ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനുമായി ഏതെങ്കിലും രീതിയിൽ ഒരു സന്ധി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാന്ധവത്തിൽ ഏർപ്പെട്ടാൽ അതിലൊരു ഡാമേജ് ഇല്ലേ? അതിലൊരു ഭീഷണി ഇല്ലേ? അല്ല, അതിനകത്ത് 2-3 വശമുണ്ട് രതീഷ് ചോദിച്ചാൽ. അതിനകത്ത് കൃത്യമായിട്ട് മറുപടി പറയണമെങ്കിൽ, നമ്മുടെ മിത്ര രാജ്യമായ അമേരിക്ക നമ്മളെ ശത്രുപക്ഷത്ത് നിർത്തി. ഇതാദ്യത്തെ സംഭവമല്ല. 2019 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്താണ് സെക്കൻഡ് പൊക്രാൻ എക്സ്പ്ലോഷൻ നടക്കുന്നത്. അന്നേരം അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഇവരെല്ലാം ചേർന്ന് ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തി. എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നാണ്. ഇതിപ്പോൾ അമേരിക്കയുണ്ട്, മറ്റാളുകളില്ല. ആ ഉപരോധത്തിന് ഈസിയായിട്ട് നമ്മൾ അതിജീവിച്ചു. ഇന്ത്യ അറബിക്കടലിലൊന്നും പോയില്ലല്ലോ, നമ്മളിവിടെ ജീവിച്ചല്ലോ. അമേരിക്കയിൽ ഇവരെല്ലാം കൂടെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും നമ്മൾ ജീവിച്ചിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്ത്യക്ക് എന്തോ കുഴപ്പം പറ്റി? ഒരു കുഴപ്പവും പറ്റിയില്ല. ഇനി നമ്പർ 2, ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൊടുക്കുന്നതിൽ നിന്ന് റഷ്യ തടഞ്ഞിരുന്നത് ദീർഘകാലം അമേരിക്കയാണ്. കാരണം ബഹിരാകാശ ഗവേഷണത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ ക്രയോജനിക് എഞ്ചിൻ. അപ്പോൾ ഈ ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൊടുക്കരുതെന്നുള്ള നിലപാടായിരുന്നു അമേരിക്കയ്ക്കുണ്ടായിരുന്നത്. ആ അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദത്തിൽ അന്ന് റഷ്യ അതിന് വഴങ്ങി നമുക്ക് ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യ തന്നില്ല. നമ്മൾ സ്വയം ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ബഹിരാകാശ രംഗത്ത് ഇന്ത്യയും നാസയുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നാസ എന്ന് പറയുന്നത് അമേരിക്ക അല്ല, അത് വേറെ കാര്യം. ഇപ്പം നാസയും നമ്മളുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ കാണിക്കുന്ന എന്താണ്? നമുക്ക് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി ഉണ്ട് എങ്കിൽ അമേരിക്കയുടെ ഒരു ഉപരോധവും പ്രായോഗികമായിട്ട് ഇന്ത്യയുടെ മുകളിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം ട്രംപ് കൊണ്ടുവന്നത്, ഇപ്പം തന്നെ അതിനുശേഷം ഉക്രൈൻ പരീക്ഷണത്തിന് ശേഷം നമ്മുടെ പേരിൽ ഈ ശക്തമായ ഉപരോധമൊക്കെ വന്നല്ലോ. അതിനുശേഷം എന്താണത്? മൻമോഹൻ സിംഗിൻ്റെ കാലത്തല്ലേ നമ്മൾ 1-2-3 എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത്. 1-2-3 എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. സമ്പുഷ്ട യുറേനിയം ഇന്ത്യക്ക് തരുന്നതിനുള്ള അമേരിക്കയുടെ എതിർപ്പ് മാറി. പല രംഗങ്ങളിലും ഇന്ത്യ സഹകരിച്ചു. ഇപ്പം ട്രംപ് വന്നപ്പോഴെന്താ സംഭവിച്ചത്? അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം എന്താണ്? 2 കാരണം ഞാൻ കാണുന്നത്. ഒന്ന്, ട്രംപ് ആവശ്യപ്പെട്ടത് ജനിതക മാറ്റം വരുത്തിയ വിത്തിനങ്ങൾ ഇന്ത്യയിലോട്ട് ഇറക്കണം, പറ്റുകയില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ കാർഷിക മേഖല തകർന്നു. ക്ഷീരോൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം. അമേരിക്കൻ ക്ഷീരോൽപ്പന്നം ഇറക്കുമതി ചെയ്ത ജപ്പാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മൾ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അവസാനത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ട്രംപ് എന്ന് പറയുന്നത് ഒരു പ്രാഞ്ചിയേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ അഭിലാഷമാണ് ഈ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടണം. അത് കിട്ടിയാൽ അദ്ദേഹം അതോടുകൂടി സമാധിയായിട്ട് നേരെ ഉടലോടെ സ്വർഗത്തിൽ പനിപ്പിക്കുന്ന ഒരുതനാണ് അയാൾ. അതിന് തടസ്സമായി നിന്ന ഏക കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധം
അത് ഒത്തുതീർപ്പിലെത്തിച്ച് മധ്യസ്ഥനായ ഇദ്ദേഹത്തിൻ്റെ വെരിട്ടിലാണ് നമ്മൾ വീണുപോയത് എന്ന പച്ചക്കള്ളം നരേന്ദ്രമോദി അംഗീകരിക്കണം എന്ന് പറഞ്ഞു. പച്ചക്കള്ളമാണ്, അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. ലോകത്തിനറിയാം ഇത് DGOMOമാർ നടത്തിയ ഒരു സംഭാഷണം 4 ദിവസം കൊണ്ട് തീർന്നൊരു കാര്യമല്ല. ഇതിനെപ്പുറത്ത് വേറെ വലിയ കാര്യം ഓപ്പറേഷൻ സിന്ദൂർ 4 days ഉണ്ടായിരുന്നു. മനസ്സിലായി. അപ്പം ഈ പ്രാഞ്ചിയേട്ടൻ്റെ ആഗ്രഹത്തിന് അനുഗുണമായിട്ടൊരു നിലപാട് മോദി സ്വീകരിച്ചില്ല. പ്രാഞ്ചിയേട്ടന് ഇതാണല്ലോ ബേസിക് റീസൺ, അല്ല വേറെ കാര്യങ്ങളൊന്നും ഇവിടില്ല. അപ്പം ഈ അസൂയയിൽ നിന്നും അസഹിഷ്ണുതയിൽ നിന്നും ട്രംപ് വിളറി പിടിച്ചിരിക്കുകയാണ്. ട്രംപ് ആദ്യം നമ്മുടെ ചില ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തി. അത് നമ്മളെ ബാധിക്കത്തില്ലായിരുന്നു. മോദിയെ പ്രകോപിച്ചതൊന്നുമല്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുകൊണ്ട് 25% പിഴ ചുമത്തും എന്ന് പറഞ്ഞു. മോദി വെച്ച് ഇയാളെ നമുക്ക് പിഴ ചുമത്താൻ, നിന്റെ പിഴയും കൊണ്ടുവിട്ടിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലാണ് അത്. പിന്നെ ട്രംപ് മനസ്സിലായി. ഇപ്പോൾ ഈ ട്രംപിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇന്ന് ലോകത്തിന് തന്നെ തിരിച്ചറിഞ്ഞു, അമേരിക്കക്കാർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷേ എനിഹോ അയാൾ ഇങ്ങനെ അമ്പനും വില്ലിനും അടുക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രോസ്പെക്റ്റിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ളൊരു വിഷയമുണ്ട്. ശത്രുക്കൾ പറയുന്നു, അതായത് നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നു, റഷ്യയുമായിട്ട് അധികം വൈകാതെ ഉള്ള എണ്ണ ഇടപാട് നടത്തേണ്ടി വരും. ഇനി നാളെ സൗദി അറേബ്യയും കൂടെ ഇന്ത്യയുമായിട്ടൊരു അകലം പാലിച്ചാൽ പിന്നെ ഇന്ത്യയിലെ എണ്ണ ഇറക്കുമതിയെ അത് സാരമായി ബാധിക്കുമെന്നും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുമെന്നും ഇന്ത്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നൊക്കെ ചില വിമർശകർ പറയുന്നു. എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഒരു സാധ്യതയില്ല. ഈ സൗദി അറേബ്യ എണ്ണ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന എന്തിനാണ്? വിൽക്കാനാണ്. അവർക്ക് കഴിക്കാനല്ലല്ലോ, അവിടെ വിതരണം ചെയ്യാനുമല്ല. വിറ്റാലേ നിലനിൽക്കാൻ പറ്റും. അല്ല, അങ്ങനെ അവരുടെ എക്കണോമി നിലനിൽക്കുന്ന എണ്ണ ഇന്ത്യ അല്ലാതെ ബാക്കി ലോകരാജ്യങ്ങളെ കൊണ്ട് ട്രംപ് വാങ്ങിപ്പിക്കും, ഇന്ത്യയെ കൊണ്ട് തൊടിയിക്കത്തില്ല എന്നുള്ളതാണ് ഈ പറയുന്ന വിമർശകരുടെ ഒരു ശബ്ദം. അതാണ്. അല്ല, അത് ഇതിനകത്ത് കുറച്ച് കാലം മുമ്പ് നമ്മുടെ ഒരു വിദേശകാര്യ ചുമതല ഉണ്ടായിരുന്ന ഏതോ രാജ്യത്ത് അംബാസഡറുമായിരുന്നു, ഫാബിയാൻ എന്ന പുള്ളിയുടെ പേര്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി, ഇന്ത്യ ഏത് രാജ്യത്തെ പിണക്കിയാലും ടർക്കിയെ പിണക്കരുത്, ടർക്കിയെ പിണക്കിയാലേ മോദിയുടെ കാര്യം കഴിഞ്ഞു. ഇപ്പം അദ്ദേഹത്തിൻ്റെ ലേഖനം കാണുന്നില്ല, മാതൃഭൂമിയിലെ ഈ ലേഖനം കണ്ട് ഈ ഫാബിയാൻ്റെ കണ്ടത്. ഇത്തരം ചില സാധനങ്ങൾ ഇറങ്ങി അടുത്തുകൊണ്ട് പറ്റി വീട്ടിലിരിക്കുക, ഒരു പോസ്റ്റിങ്ങും കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ ഇരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ചിലർക്ക് കാശ് കൊടുക്കുന്നുണ്ട്, വല്ല ടിപ്പ് കൊടുക്കും. ഈ മോദിക്കെതിരെ പറയുന്നവർക്കെല്ലാം അമേരിക്കൻ ഫണ്ട് വരുന്നുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. സംശയിക്കേണ്ട കാര്യം എന്താണ്? ഇവിടുത്തെ പത്രങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് പണം വരുന്നുണ്ടല്ലോ. അമേരിക്ക, ഞാൻ ചോദിക്കട്ടെ, ഇൻക്ലൂഡിംഗ് മലയാളം ഡെയിലീസ് ഉണ്ടല്ലോ. അതിന് സംശയം. 1957 59 നടന്ന വിമോചന സമരത്തിന് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്കൊന്നും വന്നിട്ടില്ല. CIA പണം കൊടുത്തിട്ടുള്ള വളരെ വ്യക്തമായ കാര്യമല്ലേ? അന്നാർക്കാ പണം കൊടുത്തത്? ഇവിടുത്തെ ഒരു പ്രധാന മാധ്യമത്തിനല്ലേ പണം കൊടുത്തത്? അല്ല, അതിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, സൗദി അറേബ്യക്ക് അങ്ങനെ ഇന്ത്യയുമായിട്ട് പിണങ്ങാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്താ? ഇനി സൗദി അറേബ്യ പിണങ്ങിന്ന് വെച്ചു, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ട്രംപ് വിചാരിച്ചാൽ ഒരു കുത്തിത്തിരിപ്പ് സൗദി അറേബ്യയായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. സൗദി അറേബ്യനകത്ത് ഇടപെടില്ല. രണ്ട് കാരണമുണ്ട്. ഒന്ന്, സൗദിക്ക് വലിയ വികസന മോഹമുള്ള രാജ്യമാണ്. അവർ ഈ പഴയ മൗലികവാദമൊക്കെ വിട്ട് സൗദി വളരെ വേഗം കുതിച്ചു. ഒന്ന്. രണ്ട്, അവർക്ക് ഭാഗ്യവശാൽ കിട്ടിയ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു രാജാവിനെയാണ്, മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യം പ്ലാൻ ഉണ്ട് സൗദി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. ഒരു പക്ഷേ പാകിസ്ഥാനുമായ ഒരു ധാരണയിലെത്താൻ മുഹമ്മദ് ബിൻ സൽമാനെ പ്രേരിപ്പിച്ചത് ട്രംപ് ആയിരിക്കും. ഇനി മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാനെ സഹായിക്കാൻ വന്നു എന്ന് വിചാരിക്കുക. മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാനെ സഹായിക്കാൻ വന്നാൽ ഇന്ത്യയെക്കാൾ കൂടുതൽ അതിനെ അലോസരപ്പെടുത്തുന്നത് ഇറാനെയാണ്. എന്താ കാര്യം വെച്ചാൽ ഇറാൻ ഷിയ രാജ്യമാണ്. തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്, അവൻ താലിബാൻ്റെ ഇരിക്കുകയാണ്. ഈ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ഷിയ ഭരിക്കുന്ന ഇറാനും, അവർക്ക് രണ്ടുപേർക്കും സൗദിയുടെ ശത്രുതയുണ്ട്. അപ്പം സൗദി ഇവിടെ വന്ന് പാകിസ്ഥാനിലോട്ട് സഹായിക്കാൻ വന്നാൽ പാകിസ്ഥാൻ ഇറാനുമായിട്ടും തർക്കമുണ്ട്, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ടും തർക്കമുണ്ട്. അവർക്കൊരു ഭീഷണിയാകും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ മൂന്നാമത്തെ സൈനിക ശക്തിയാണ്. ഈ സൈനിക ശക്തി 14,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന വളരെ ദുർബലമായ എണ്ണ മാത്രം വിറ്റ് കാശുള്ള സൗദി അറേബ്യ ഇന്ത്യക്കൊരു ശത്രുവേ അല്ല. ഇവരേത് ആക്രമസന്ധി ഒപ്പുവെച്ചാൽ എന്തോ ഒപ്പുവെച്ചില്ലെങ്കിൽ എന്താണ്, ഒരു കുന്തവുമില്ല. സൗദി അറേബ്യയുടെ അതാ ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായി ട്രംപിൻ്റെ ഭാഷയ്ക്ക് വഴങ്ങി പോയി എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ട്രംപ് എന്തോ പറഞ്ഞത്, ഇന്ത്യ ഒരു സമയത്ത് എണ്ണ വാങ്ങിക്കാനായിട്ട് പാകിസ്ഥാൻ്റെ അടുത്ത് നിൽക്കും. ഇവിടെ ഖനനം തുടങ്ങിയിട്ടില്ല. പാകിസ്ഥാൻ്റെ ഏതോ മേഖലയിലൊക്കെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നമ്മുടെ ഗോദാവരി തടത്തിലുണ്ട്. ഇപ്പോൾ കൊല്ലത്തെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ പലയിടത്തും ആൻഡമാൻ ദ്വീപിനടുത്ത് എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പാകിസ്ഥാനിൽ കണ്ടെത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് ഇയാൾ പറയുന്നത് നമ്മൾ പാകിസ്ഥാൻ്റെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ട്രംപ് ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളല്ല.
ട്രംപ് വൈറ്റ് ഹൗസിലിരിക്കുന്ന PV അൻവറാണ്. അല്ല വേറെ ഒരു കാര്യം, ഇവർ രണ്ടുപേരും ഒരേ നക്ഷത്രത്തിൽ ഒരേ സമയത്ത് ജനിച്ച രണ്ട് മഹാരഥന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. മറ്റേ ഇംഗ്ലീഷ് പറയുന്നു, ഇതേ മലയാളം പറയുന്നുള്ള വ്യത്യാസമില്ല, അല്ല വലിയ വ്യത്യാസമില്ല. മനസ്സിലായി. ഇപ്പോൾ അതായത് താങ്കളുടെ വാക്കുകളുടെ രത്ന ചുരുക്കം, ട്രംപിന് എന്തൊക്കെയോ ആശയങ്ങളുണ്ട് അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ മാലോകർ വാഴ്ത്തിപ്പാടുന്നു, ചിലർ ഏറ്റുപാടുന്നു, ഇവിടെയുള്ള മോദി വിരുദ്ധർ അതിനെ ഏറ്റുപിടിക്കുന്നു. അതാണ് താങ്കൾ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അല്ല, അത് മാത്രമല്ല, അത് നിസ്സാരമായൊരു കാര്യമാണ്. പ്രശ്നം അതല്ലല്ലോ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, അവർക്ക് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാരെ സപ്പോർട്ട് ചെയ്യുന്നു വരും, എതിർത്തുനിന്നും വരും. ശരി. ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അമേരിക്കയിലെ വ്യവസായ പ്രമുഖന്മാർ. അവരുടെ കയ്യിലാണ് അമേരിക്കൻ ബിഗ് ഷോട്ട്സിൻ്റെ കയ്യിലാണ് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇരിക്കുന്നത്. അവർ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഒരു സമയത്ത് എതിരല്ലായിരുന്നു ട്രംപിനോട്. ട്രംപിന് അവരെ എതിർത്താണ് ട്രംപ് അധികാരത്തിൽ വന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചിലപ്പോൾ എല്ലാ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അംഗീകരിക്കണമെന്നില്ല. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് അവരുടേതായ ഒരു എക്കണോമിക് പോളിസി ഉണ്ട്, അവരുടെ താല്പര്യമുണ്ട്. അവരുടെ താല്പര്യം അമേരിക്കയുടെ താല്പര്യമല്ല, ആ കമ്പനികളുടെ താല്പര്യമാണ്, അവിടുത്തെ സമ്പന്നന്മാരുടെ താല്പര്യമാണ്. ആ സമ്പന്നന്മാരുടെ താല്പര്യം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ അവരെന്ത് ചെയ്യും? ഇന്ത്യ ഗവൺമെൻറ് ഡിസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതിനാദ്യം ചെയ്യുന്നുണ്ട്, നേരെ ഇന്ത്യയിലോട്ട് വരില്ല, അവർ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ ഇന്ത്യക്ക് ശത്രുവായിട്ട് മാറ്റും. അതിന് അമേരിക്കയുടെ ചില സംവിധാനമുണ്ട്. അതിലൊരു കാര്യമാണ് ആകർഷിപ്പിക്കാൻ കൊടുക്കുന്നതാണ് നമ്മുടെ ഈ നോബൽ സമ്മാനം. നമ്മുടെ ഇവിടെ കിട്ടുന്ന നോബൽ സമ്മാനം എന്ന് പറയും, മഹാത്മാഗാന്ധി കൊടുക്കാത്ത നോബൽ സമ്മാനത്തിന് എന്തോ സമാധാനത്തിൻ്റെ വിലയാണ്, ഒരു വിലയില്ല. അമേരിക്ക തീരുമാനിക്കും ആർക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്ത ഒരുത്തനാണ് ഈ മുഹമ്മദ് യൂനുസ്. അദ്ദേഹം ഇതിൻ്റെ ഈ ത്രിഫ്റ്റ് ഡെപ്പോസിറ്റിനെ കുറിച്ച് ഈ കുടുംബശ്രീ പരിപാടിയെക്കുറിച്ചാണ് എഴുതിയാനായി ഇത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ അതിനെക്കാട്ടി ഭംഗിയായിട്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അയാളെ നോബൽ സമ്മാനം കൊടുത്തിട്ട് വലിയൊരു ഫിഗർ ആക്കി വെച്ചു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരാൾക്ക് നോബൽ സമ്മാനം കിട്ടിയപ്പോഴത്തെ ബംഗ്ലാദേശികളെല്ലാം വിചാരിച്ചു ഇദ്ദേഹം ഒരു ലോക പ്രശസ്തനായ ധനശാസ്ത്രജ്ഞനാണ്, നമ്മുടെ മൻമോഹൻ സിംഗിനെ അടുത്ത് നിൽക്കാൻ കൊള്ളാവുന്നതല്ല ഈ മുഹമ്മദ് യൂനുസ്, അത് പോട്ടെ. അപ്പം ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കി അയാളെ ഒരു ബിംബമായിട്ട് അവിടെ വെച്ചു. അത് എടുക്കേണ്ട സമയം എവിടെയാണെന്ന് വെച്ചാൽ ഷെയ്ഖ് ഹസീന അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നീങ്ങിയപ്പോൾ എന്തായി? കലാപം ഉണ്ടാക്കി. കലാപം 10,000 പേരോ 20,000 പേരോ ഉള്ള കലാപത്തിന് അവരെ വെച്ചിട്ട് ഈ കലാപകാരികൾ ആവശ്യപ്പെട്ട എന്താണ്? മുഹമ്മദ് യൂനുസിനെ പ്രധാനമന്ത്രിയാക്കണം എന്ന്, അല്ലാതെ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവരുടെ ആഗ്രഹം അനുസരിച്ച് മുഹമ്മദ് യൂനുസ് അവിടെ വന്നു. ഓക്കെ, വന്നോട്ടെ. അയാൾ പാകിസ്ഥാനും ചൈനയും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിലൊക്കെ പോകുന്നു. അത് കഴിഞ്ഞ് നേപ്പാളിൽ പെട്ടെന്നല്ലേ നേപ്പാളിൽ ജൻസി കലാപം നടന്നത്. തൊട്ടപ്പുറത്ത് ഇപ്പോഴേ ലഡാക്കിൽ കലാപം നടന്നു. അപ്പോൾ ഇന്ത്യക്ക് ചുറ്റുമുള്ള ലഡാക്ക്, നേപ്പാൾ ഭാഗം തന്നെയാണ്, ബംഗ്ലാദേശ്, അതിന് തൊട്ടപ്പുറത്ത് ശ്രീലങ്ക, ഈ രാജ്യങ്ങളിലെല്ലാം കലാപം ഉണ്ടാക്കി ഇന്ത്യക്ക് മുകളിൽ ഒരു സമ്മർദ്ദം ചെലുത്തുക. ഇന്ത്യയിലെ യുവാക്കളെ ഒന്ന് കലാപത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രേരണ നൽകുക. ആദ്യം അവർ നോക്കിയത് ഈ ദേശീയ പൗരത്വ നിയമമാണ്, അത് ചീറ്റിപ്പോയി. കർഷക സമരം ഒരു പരിധി വരെ വിജയിച്ചു. കാരണം കർഷകരെല്ലാം കൂടെ വന്ന് ഡൽഹി കിടക്കാൻ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് ശ്വാസമുട്ടിൽ വന്നു. ഗവൺമെൻറ് ആ കർഷക സമരം, കർഷക ബില്ല് കഴിഞ്ഞ് പിന്നെ അനുവദിച്ചു. ആ പ്രശ്നം അങ്ങ് തീർന്നു. 370-ാം വകുപ്പ് വെച്ചൊരു കളി നടത്തി നോക്കി, അത് ഇന്ത്യ ക്ലച്ച് പിടിച്ചില്ല. കാശ്മീരിന് 370-ാം വകുപ്പിലെ പ്രത്യേകിച്ച് പദവി കൊടുക്കാൻ പാടില്ല എന്ന് ഇന്ത്യക്കാരൻ ഭൂരിപക്ഷം വിചാരിക്കുന്നു. അത് പറ്റിയില്ല. അപ്പം ജൻസി കലാപത്തിൻ്റെ മോഡൽ ഒരു കലാപം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ UP-ൽ തുടങ്ങും, ബീഹാറിൽ തുടങ്ങും, പലയിടത്ത് തുടങ്ങും. പക്ഷെ അവർക്കൊരു പ്രോബ്ലം ഉള്ളത് എന്താ വെച്ചാൽ അവർക്ക് ഈ ഭരണപക്ഷം അവരോട് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അവർ പ്രതിപക്ഷത്തിനെ എടുക്കും, പ്രതിപക്ഷത്തിനെ സ്പോൺസർ ചെയ്യും. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു മഹാരഥനാണെന്ന് പറയും. പഹൽവി ഷായെ പുറത്താക്കി അങ്ങനെയാണ്. പഹൽവി ഷായ്ക്ക് എതിരായിട്ട് നിന്നപ്പോൾ ആയത്തുള്ള ഖൊമേനിയെ കൊണ്ടുവന്നിട്ട് വലിയൊരു പ്രവാചകനാണ്, മഹാനാണെന്ന് പറഞ്ഞു. ആയത്തുള്ള ഖൊമേനി വന്നപ്പോഴേ ഇറാൻകാരൻ്റെ വിവരം മനസ്സിലായത്. അവിടെ തലമുടി വെളി കാണിക്കാനൊക്കെ പെണ്ണുങ്ങളെയൊക്കെ ക്രൂരമായിട്ട് അവിടെ കൈകാര്യം ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് അവരുടെ വലിയൊരു പ്രതീക്ഷയായിരുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽജിക്ക് ഇവിടെ ക്ലച്ച് പിടിക്കുന്നില്ല. അപ്പോൾ ക്ലച്ച് പിടിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അവർ ചില ആളുകളെ നോക്കി വെച്ചേക്കും. അതിൽ നോക്കി വെച്ച ഒരാളാണ് അരുന്ധതി റോയ്. ബുക്കർ പ്രൈസ് കൊടുത്തു. അപ്പോൾ അരുന്ധതി റോയ് ഇറങ്ങിയാൽ ഏത് മനുഷ്യനാണ് ഇത് കേൾക്കുന്നത്? അരുന്ധതി റോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സമരത്തിന് ഇറങ്ങും. ലഡാക്കിലൊരു പരീക്ഷണം നടത്തിപ്പോയി. നമ്മുടെ സോനാം വാങ്ചുക്കിനെ അയാൾക്ക് മാസ്റ്റേഴ്സ് അവാർഡ് കൊടുത്തു. ആ ഭാഗം പോയി പട്ടിണി കിടന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് നിഷ്കരണം അടിച്ചമർത്തി. നിഷ്കരണം. അതോടുകൂടി ബുദ്ധമതക്കാർക്ക് മനസ്സിലായി ചൊറിയാൻ ചെന്നാൽ രൂക്ഷമായിരിക്കും പ്രതികരണം. ഇവിടെ ഒരു കലാപം നടക്കട്ടെ. ദേശീയ പൗരത്വ നിയമത്തിൻ്റെ പേരിലുണ്ടായ കലാപം എന്താ ചെയ്തത്? നിഷ്കരണം അടിച്ചമർത്തി. നിഷ്കരണം അടിച്ചമർത്തിയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോദിക്കെതിരെ കലാപം നടത്താൻ 2-3 പ്രയാസമുണ്ട്. ഒന്ന്, മോദി ഇന്ത്യയിലെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ്. അദ്ദേഹത്തിനെതിരെ കലാപം നടത്താൻ കാരണമില്ല. അഴിമതിക്കാരനാണോ? അല്ല. ജനകീയ വിഷയങ്ങൾ എടുക്കാതിരിക്കുന്ന ഒരാളാണോ? അല്ല.
ഈ എത്ര ലക്ഷം ആളുകൾക്കാണ് ശൗചാലയം ഇല്ലാത്തവർക്ക് അത് കൊടുത്തത്, വീടില്ലാത്തവർക്ക്. അപ്പം അത്തരം വികസന പ്രവർത്തനവുമായിട്ട് നടക്കുന്ന ഒരു ഗവൺമെൻറ്. ഒരു കാര്യം ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, മോദിയുടെ ഗവൺമെൻറ് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കാലിത്തീറ്റ മോട്ടിച്ച പിന്നെ ലാലു പ്രസാദിനെ പോലെ ഒരുത്തനായിരുന്നു റെയിൽവേ മന്ത്രിയെങ്കിൽ നമുക്ക് വന്ദേ ഭാരതിൽ കയറാൻ ഒക്കുമായിരുന്നു. ആലോചിച്ച് നോക്ക്, കയറാൻ ഒക്കില്ലായിരുന്നു. നമുക്ക് NH-60 കൂടെ യാത്ര ചെയ്യാൻ ഒക്കുമായിരുന്നു. അതും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ വികസനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. IT മേഖലയിലുള്ള വികസനം ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ തിരിച്ചിടുക അസാധ്യമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു കലാപത്തിന് മുന്നേ നിർത്താൻ കൊള്ളാവുന്ന ആളല്ലെന്ന് കണ്ടുകൊണ്ടാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഈ ഇത്തരം ആളുകളെ കൊണ്ട് കലാപത്തിന് ശ്രമിക്കുന്നത്. മനസ്സിലായി. ഇപ്പോൾ ഏതായാലും ട്രംപിൻ്റെ കുത്തിത്തിരിപ്പുകൾ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, കുറച്ചധികം നാളുകളായി. അത് ഇനിയും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കാം ശേഷം എന്തൊക്കെയാണ് അവിടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുക നോക്കാം. ശേഷം ചർച്ചകളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.